വചനം ശ്രവിക്കാനൊരുങ്ങി നിൽപ്പൂ ഞങ്ങൾ തിരുനാഥ തിരുസവിധേ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് കൈത്താക്കാലം 7-ാം ഞായർ. വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. ഗിരിപ്രഭാഷണത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷം. സ്വർഗത്തിന്റെ വിശേഷങ്ങൾ ഭൂമിയിൽ പങ്കുവെക്കുവാനും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ സ്വർഗത്തിലെ പൗരത്വം നൽകി രക്ഷിക്കുവാനും വന്ന ദൈവപുത്രൻ എത്ര ലളിതമായാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഗഹനമായ തത്വചിന്തകളോ ക്ലേശകരമായ ജീവിതശൈലിയോ ഒന്നും അവിടുന്ന് ആവശ്യപ്പെടുന്നില്ല. മനുഷ്യന്റെ ഹൃദയങ്ങളോട് അവിടുന്ന് സംവദിക്കുന്നത് വളരെ സൗമ്യവും ലളിതവും ഹൃദ്യവുമായിട്ടാണ്. യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിൽ കരുതി വയ്ക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ആർക്കും കവർ ചെയ്യാൻ പറ്റാത്ത ബാങ്കും ആർക്കും മൂല്യം നഷ്ടപ്പെടുത്താത്ത കറൻസിയും ആർക്കും വിലമതിക്കാനാവാത്ത നിധിയും സ്വർഗത്തിൽ സ്വന്തമാക്കാനാണ് ആഹ്വാനം. ബുദ്ധിപൂർവമായി ജീവിക്കാൻ തന്നെയാണ് ഈ സുവിശേഷ ഉപദേശം. ഭൂമിയിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കരുത്, തുരുമ്പും കീടങ്ങളും അത് നശിപ്പിക്കും, കള്ളന്മാർ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകും. ലൗകിക സമ്പത്തായ ആരോഗ്യം, സൽപ്പേര്, അറിവ്, സമ്പത്ത് എല്ലാം എപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാം. ആരോഗ്യം ഒരു രോഗം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. സൽപ്പേര് നശിക്കാൻ ഒരു ചെറിയ ശ്രദ്ധക്കുറവുണ്ടായാൽ മതി. നമ്മുടെ അറിവ് തീരാനും ഓർമ്മശക്തി നശിച്ചു പോകാനും ചെറിയ രോഗം മതി. നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വലിയ കൊട്ടാരവും ഭാഗനിക്ഷേപങ്ങളും ഒക്കെ തീരാൻ ഒരു ജലപ്രളയമോ അഗ്നിബാധയോ ഭൂമി കൊലുക്കുമോ ഒക്കെ മതി. അതിനാൽ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുവിൻ. ഈശോയുടെ വചനമനുസരിച്ച് ദൈവസ്നേഹത്തിലും മനുഷ്യ സ്നേഹത്തിലും ജീവിക്കാനാണ് അവിടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. നമ്മുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നമ്മുടെ ഹൃദയവും. ദൈവത്തെയും ദൈവരാജ്യത്തെയും കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ നമ്മുടെ നിക്ഷേപവും ദൈവരാജ്യത്തിൽ തന്നെ ആയിരിക്കുമെന്ന സത്യം നമുക്ക് മറക്കാതിരിക്കും. ദുഃഖിതരേ, പീഡിതരേ, നിങ്ങൾ കൂടെ വരൂ. നിർധനരേ, മർദ്ദിതരേ, നിങ്ങൾ കൂടെ വരൂ. ദുഃഖിതരേ, പീഡിതരേ, നിങ്ങൾ കൂടെ വരൂ. നിർധനരേ, മർദ്ദിതരേ, നിങ്ങൾ കൂടെ വരൂ. നിങ്ങൾക്ക്